ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഓരോ സിസ്റ്റത്തിൽ നിന്ന് ഇവേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റെൽത്തി മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മളെ C2 സെർവറിനകത്ത് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അനലിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു നോർമൽ C2 സെർവർ വിത്തൗട്ട് എനി പ്രൊട്ടക്ഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വയർ ഷാർക്കൊക്കെ വെച്ചിട്ട്. സോ അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇന്നത്തോടു കൂടി നമ്മളെ C2 സെർവർ ഏകദേശം സെറ്റ് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഇനി ഒട്ടും താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇത് മൂന്നും തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ C2 സെർവർ, നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സെർവറാണ്. ഇത് നമ്മുടെ ക്ലയന്റ് ആണ്. ഇത് നമ്മുടെ അനലിസ്റ്റ് മെഷീൻ ആണ്. സോ ഈ ഒരു മെഷീൻസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ആൻഡ് അനലിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഈ സാധനം വർക്ക് ആവുന്നത് നമ്മൾ കണ്ടായിരുന്നു. സോ ഇത് നമ്മൾ എങ്ങനെ ഇവേഡ് ചെയ്യാം എന്ന് നോക്കാം. സോ ഇതിനായിട്ട് നമ്മൾ മെയിൻലി കോഡിന്റെ അകത്താണ് ചേഞ്ച് വരുത്തുക, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. സെർവറിനകത്ത് പ്രത്യേകിച്ച് കോൺഫിഗറേഷൻസ് ഒന്നും ചെയ്യാനൊന്നും നമുക്ക് കറന്റ് ഇല്ല. സോ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അകത്ത് കോഡിംഗ് പാർട്ടിൽ എങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്താതെ നോക്കാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഇതിന്റെ അകത്ത് ഇവേഷന് വേണ്ടിയുള്ള എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഓത്ത് ടോക്കൺ സൂപ്പർ സീക്രട്ട് കീ ഫെർനെറ്റ് കീ ഇത് ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ദെൻ ഇവിടെ ഞാൻ ഒരു എൻക്രിപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫെർനെറ്റ് എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഈ ഹെഡേഴ്സ് വാലിഡേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് കുറെ റൂട്ട്സും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ദെൻ ബീക്കൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ബീക്കൺ ഉണ്ടല്ലോ, അതിന്റെ എൻ പോയിന്റ് റിനെയിം ചെയ്ത് ഞാൻ സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ട്. ദെൻ ക്യൂ ടാസ്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാസ്ക് എന്ന് പറയുന്ന ഒരു എൻ പോയിന്റ് ആയിരുന്നു, അതിനെ റിനെയിം ചെയ്ത് അപ്ലോഡ് എന്നാക്കി. റിസൾട്ടിന്റെ എൻ പോയിന്റിനെ റിനെയിം ചെയ്ത് പുഷ് എന്നാക്കി. എന്തിനാ മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റതിന്റെ നെയിംസ് ഒരുവിധം കോമൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അനലിസ്റ്റുകൾ ചെക്ക് ചെയ്യും. സോ ഇതൊക്കെ സെർവർ സൈഡിൽ നോർമൽ ആയിട്ടുള്ള കുറെ എൻ പോയിന്റ്സ് ആണ്. സോ അത് പെട്ടെന്ന് ചെക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ കീ ജനറേഷന് വേണ്ടി ഞാനൊരു സ്മാൾ അൽഗോരിതം ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത വേറൊരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ വാലിഡേറ്റ് ഹെഡേഴ്സ്. അതായത് നമ്മൾ നേരത്തെ ഹെഡേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. സോ ഇപ്രാവശ്യം നമ്മൾ ഹെഡേഴ്സ് യൂസ് ചെയ്യുകയാണ്. ഏതൊക്കെ ഹെഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓത്ത് ഹെഡർ എന്ന് പറയുന്ന ഒതന്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡർ ഉണ്ട്. സോ ഓത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാച്ചിങ് ആണോ എന്ന് അവർ നോക്കും, അത്രേ ഉള്ളൂ. ദെൻ സെഷൻ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ DNSന്റെ അകത്തൊക്കെ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹെഡർ ആണ് എക്സ് സെഷൻ ID എന്ന് പറയും. സോ അത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ലെജിറ്റിമേറ്റ് ഫീൽ വരുത്താൻ. ദെൻ യൂസർ ഏജന്റ്, ഇത് മൂന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. കുറച്ചുകൂടെ ലെജിറ്റിമേറ്റ് ആണ്, കുറച്ചുകൂടെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് റൺ ആവുന്നത് എന്ന് അനലിസ്റ്റിനെ തോന്നിപ്പിക്കാൻ വേണ്ടി, അവരുടെ അനലിസ്റ്റ് പാറ്റേൺസിനെ ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് തിങ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ client.py വന്നു കഴിഞ്ഞാൽ ഇവിടെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇവിടെ ഫെർനെറ്റ് ആഡ് ചെയ്തു. കാര്യം അപ്പുറത്ത് എൻക്രിപ്റ്റ് ചെയ്ത് വരുന്ന സാധനം ഇവിടെ ഡീക്രിപ്റ്റ് ചെയ്യണം, ഇവിടെ നിന്ന് എൻക്രിപ്റ്റ് ചെയ്ത് വരുന്ന സാധനം അപ്പുറത്ത് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യം നമ്മൾ ഇതിന്റെ മിഡിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം വെച്ച് പറഞ്ഞുതരാം. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നെറ്റ്വർക്ക് 1 ആണിത്, ഇത് നെറ്റ്വർക്ക് 2 ആണ്. സോ നെറ്റ്വർക്ക് 2ന്റെ അകത്തായിരിക്കും സെർവർ ഉണ്ടാവുക, അതായത് വേറൊരു ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കിലായിരിക്കും നമ്മുടെ C2 സെർവേഴ്സ് ഉണ്ടാവുക. ദെൻ സെയിം നെറ്റ്വർക്കിന്റെ അകത്തായിരിക്കും നമ്മുടെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ അല്ലെങ്കിൽ നമ്മുടെ സ്പൈവെയർ ആക്റ്റീവ് ആയിട്ടുള്ള മെഷീനും അനലിസ്റ്റും ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു അനലിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനി എത്ര മെഷീൻ ഉണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ മെഷീൻസിലേക്കും വരുന്ന റിക്വസ്റ്റുകളും അതിൽ നിന്ന് പോകുന്ന റെസ്പോൺസുകളും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആളാണ് അനലിസ്റ്റ്. സോ സെർവറിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് വന്നാലും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള മെഷീനിൽ നിന്ന് റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നാലും എങ്ങനെയായാലും അത് അനലിസ്റ്റിന്റെ കണ്ണിപ്പെടും. സോ ഇതാണ് നമ്മൾ മെയിൻലി ബൈപ്പാസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും അനലിസ്റ്റ് കാണും. സോ അനലിസ്റ്റ് കാണും എന്തായിട്ട് വിചാരിക്കണം, ഇതിൻ്റെ അകത്ത് ഒരുപാട് മെഷീൻസുകൾ നോർമൽ ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സെർവേഴ്സിലോട്ടും പാസ് ചെയ്യുന്നുണ്ട്. സോ അതിലേതോ ഒരു സെർവർ ആണെന്ന് നമ്മുടെ C2 സെർവറിനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കോഡ് ചേഞ്ച് ചെയ്തത്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്ന്. ഓക്കെ, ഞാനിവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്ന സെർവറിന്റെ അകത്ത് ഗിറ്റ് പുൾ ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത കോഡിനെ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുക. സോ ഇവിടെ ഗിറ്റ് പുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എറർ കാണാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ളൊരു എറർ. സോ ഇത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് എഡിറ്റിങ്സ് വരുത്താനുണ്ട്. സോ അതിനായിട്ട് നമുക്കിവിടെ നാനോ agent.py എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഫെർനെറ്റ് കീ, പേസ്റ്റ് യുവർ ഫെർനെറ്റ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ നമ്മളിവിടെ ഒരു ഫെർനെറ്റ് കീ പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു ഫെർനെറ്റ് കീ ജനറേറ്റർ, ഞാൻ ഈ ലിങ്ക്സ് എല്ലാം താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ പുതിയൊരു ഫെർനെറ്റ് കീ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ഒരു ഓത്ത് ടോക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, സൂപ്പർ സീക്രട്ട് കീ. അതും ജസ്റ്റ് ഒന്ന് മാറ്റി സംതിങ് ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഓത്ത് ടോക്കൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൂ. ദെൻ Ctrl+X+Y റൈറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ ഇത് റൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ക്ലയന്റ് സൈഡിലും പോയിട്ട് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. സോ ക്ലയന്റ് ഓപ്പൺ ചെയ്യുക, ഷെൽ ഓപ്പൺ ചെയ്യുക, CD C2 സെർവർ, ദെൻ ഇവിടെ നമുക്ക് ഗിറ്റ് പുൾ ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഗിറ്റ് പുൾ ചെയ്യാം, പുള്ളായിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലയന്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഓത്ത് ടോക്കൺ സെയിം തന്നെ കൊടുക്കണം. സോ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഓത്ത് ടോക്കൺ ഇവിടെയും കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഓത്ത് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫെർനെറ്റ് കീ ആണ്. സോ ഇനി നമുക്ക് ഫെർനെറ്റ് കീ കൊടുക്കാം. സോ ഫെർനെറ്റ് കീക്ക് വേണ്ടി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സെയിം സൈറ്റിൽ നിന്ന് ആ സെയിം ഫെർനെറ്റ് കീ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. സോ ഞാനിവിടെ സെയിം ഫെർനെറ്റ് കീ തന്നെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ടില്ല എന്ന വിശ്വാസം. സോ നമുക്കിവിടെ Ctrl+X+Y എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ ഇതിപ്പോൾ റൺ ആവുന്നുണ്ട്. നമുക്ക് സെർവറിൻ്റെ അകത്ത് കിട്ടിയോ നോക്കാം. യെസ്, ഇപ്പോൾ സെർവറിൻ്റെ അകത്ത് ബീക്കൺ വരുന്നുണ്ട്. സോ ഇനി നമുക്ക് അറിയേണ്ടത് ആസ് ആൻ അനലിസ്റ്റ് നമുക്ക് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നാണ്. സോ നമുക്ക് കാളി മെഷീൻ്റെ അകത്തേക്ക് പോവാം. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സോ വയർഷാർക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ETH0, ഇവിടെ നമ്മൾ IP അഡ്രസ് ഫിൽട്രേഷൻ കൊടുത്തു. 247 ആണ് നമ്മുടെ ക്ലയന്റ് മെഷീൻ. സോ ക്ലയന്റിൽ നിന്ന് ഇവിടെ സ്റ്റാറ്റസ് റിക്വസ്റ്റ് പോകുന്നുണ്ട്, ഫുള്ളി എൻക്രിപ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് സെർവറിൻ്റെ അകത്തൊരു ടാസ്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് WSL എടുക്കുകയാണ്. സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് API റിക്വസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിവിടെ സെർവറിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഒതന്റിക്കേഷൻ ID കൊടുത്തിട്ടുണ്ട്, സെഷൻ IDs കൊടുത്തിട്ടുണ്ട്, യൂസർ ഏജന്റ് കൊടുത്തിട്ടുണ്ട്, ദെൻ ID ആൻഡ് കമാൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ആവുന്നു എന്നാണ് അറിയാനായിട്ടുള്ളത്. സോ ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു എൻക്രിപ്റ്റഡ് തിങ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ നൈസായിട്ട് ഇവിടേക്ക് വരിക. ഇവിടെ നമുക്ക് ടാസ്ക് ക്യൂ ആണെന്ന് കാണാം. ജസ്റ്റ് ഈ പാർട്ടിലേക്ക് വരിക, ക്ലയന്റ് റൺ ചെയ്യുക. ഓൺ ദ സ്പോട്ട് തന്നെ ഇത് എക്സിക്യൂട്ട് ആവുന്നതും കാണാം. സോ ഇപ്പം ഇത് എക്സിക്യൂട്ട് ആയി. നമുക്ക് റിസൾട്ട് വന്നോ എന്ന് അറിയാനായിട്ട് നമുക്ക് സെർവറിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് ക്ലയന്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇത് അനലിസ്റ്റിന്റെ പാനലിൽ ഇനി എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. അനലിസ്റ്റിന് ഇത് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ കോൺസെപ്റ്റ്. ഇവയുടെ ആയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ HTTP എടുത്തപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാം സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഇതെല്ലാം തന്നെ എന്താണ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണുള്ളത്. നമുക്കൊരു പുഷ് റിക്വസ്റ്റ് നോക്കാം. സോ യെസ്, ഇവിടെ ഒരു പുഷ് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പുഷ് റിക്വസ്റ്റ് ഉൾപ്പെടെ എല്ലാം എന്താണ് എൻക്രിപ്റ്റഡ് ആണ്, വിച്ച് മീൻസ് ഇപ്പോൾ ഇത് ഇവേഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രോട്ടോകോളിന് അപ്ഗ്രേഡ് ചെയ്ത് HTTPS ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.